കിവി നോൺ ബേക്ക് ചീസ് കേക്ക്. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കിവിപ്പഴം കൊണ്ടുള്ള നോൺ ബേക്ക് ചീസ് കേക്ക് ആണ്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കിവിപ്പഴം, വലുതാണെങ്കിൽ 2, ചെറുതാണെങ്കിൽ 3, തൊലികളഞ്ഞതും നേർത്തതുമായ കഷ്ണങ്ങളാക്കിയത്. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, കിവിപ്പഴത്തിന്റെ പുളി അനുസരിച്ച് ക്രമീകരിക്കുക. ക്രീം ചീസ് 150 ഗ്രാം, സോഫ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ക്രീം ചീസും ഉപയോഗിക്കാം. ക്രീം ചീസിന്റെ പാചകക്കുറിപ്പ് ഈ വീഡിയോയുടെ അവസാനം വിശദീകരിച്ചിട്ടുണ്ട്. ഹെവി ക്രീം 300 ഗ്രാം, തണുത്തത്. കണ്ടൻസ്ഡ് മിൽക്ക് 175 ഗ്രാം. ബിസ്ക്കറ്റ് 12, ഡൈജസ്റ്റീവ് അല്ലെങ്കിൽ മാരി. വെണ്ണ 50 ഗ്രാം, ഉരുക്കിയത്. പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, രുചി അനുസരിച്ച് ക്രമീകരിക്കുക. ആദ്യം നമ്മൾ കിവി പ്യൂരി ഉണ്ടാക്കുകയാണ്. അതിനായി കിവി അരിഞ്ഞത് മിക്സിയിൽ ചേർത്ത് കുറുമ്പു പരുവത്തിലാക്കി അരച്ചെടുക്കുക. പ്യൂരി ഒരു ചെറിയ പാനിലേക്ക് മാറ്റുക. പഞ്ചസാര ചേർത്ത് കുറഞ്ഞ ചൂടിൽ ഏകദേശം 7 മിനിറ്റ് വേവിക്കുക, ഇടയ്ക്കിടെ ഇളക്കുക. മിശ്രിതം ചെറുതായി കട്ടിയാകുകയും തിളക്കമുള്ളതായി മാറുകയും ചെയ്യും. ഇത് പൂർണ്ണമായും തണുക്കാൻ അനുവദിക്കുക. ബേസ് തയ്യാറാക്കുക. ബിസ്ക്കറ്റുകൾ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിക്കുക. പിന്നീട് ഗ്രൈൻഡർ ഉപയോഗിച്ച് ബിസ്ക്കറ്റുകൾ പൊടിക്കുക. ഉരുക്കിയ വെണ്ണ ചേർത്ത് നനഞ്ഞ മണലിന്റെ രൂപമാകുന്നതുവരെ ഇളക്കുക. 6 ഇഞ്ച് സ്പ്രിംഗ് ഫോം പാനിന്റെയോ ഗ്ലാസ് പാത്രത്തിന്റെയോ അടിയിൽ മിശ്രിതം ദൃഢമായി അമർത്തുക. സെറ്റാകാൻ 20 മിനിറ്റ് ഫ്രിഡ്ജിൽ തണുപ്പിക്കുക. ഫില്ലിംഗ് തയ്യാറാക്കുക. ഒരു പാത്രത്തിൽ ക്രീം ചീസ് മൃദുവാകുന്നതുവരെ ഇളക്കുക. മാറ്റിവയ്ക്കുക. മറ്റൊരു തണുത്ത പാത്രത്തിൽ തണുത്ത ഹെവി ക്രീം ചേർക്കുക. ബീറ്റർ ഉപയോഗിച്ച് അടിക്കുക. പൊടിച്ച പഞ്ചസാരയും ചേർത്ത് അളവ് ഇരട്ടിയാകുന്നതുവരെ അടിക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് പതുക്കെ ചേർത്ത് നന്നായി ചേരുന്നതുവരെ അടിക്കുക. മാറ്റിവച്ചിരിക്കുന്ന മൃദുവായ ക്രീം ചീസ് ഈ വിപ്പ് ക്രീം മിശ്രിതത്തിലേക്ക് ചേർത്ത് മൃദുവായി അടിക്കുക. തണുപ്പിച്ച ബിസ്ക്കറ്റ് ബേസിനു മുകളിൽ ക്രീം മിശ്രിതം ഒഴിക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് മുകൾ ഭാഗം മിനുസപ്പെടുത്തുക. കുറഞ്ഞത് 3 മണിക്കൂർ അല്ലെങ്കിൽ ഉറച്ചുവരുന്നതുവരെ ഫ്രിഡ്ജിൽ വയ്ക്കുക. തണുത്ത ചീസ് കേക്കിന്റെ മുകളിൽ തണുത്ത കിവി ഗ്ലേസ് പതുക്കെ വിതറുക. മുകൾ ഭാഗം മിനുസപ്പെടുത്തുക. 30 മിനിറ്റ് വീണ്ടും ഫ്രിഡ്ജിൽ വയ്ക്കുക. മുറിച്ചു വിളമ്പുക. ഇത് ബേക്കിംഗിന്റെയോ ജെലാറ്റിന്റെയോ ആവശ്യമില്ലാതെ തന്നെ ഉണ്ടാക്കാം. ഈ വീഡിയോ കണ്ടതിനു നന്ദി. ഈ പാചകക്കുറിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏകദേശം 150 ഗ്രാം ക്രീം ചീസ് ഉണ്ടാക്കുന്നതിനു ആവശ്യമായ ചേരുവകൾ: കൊഴുപ്പുള്ള പാൽ 500 മില്ലി, ഏകദേശം 2 കപ്പ്. തൈര് 1/4 കപ്പ്. ഉപ്പ് 1 നുള്ള്. ഒരു സോസ്പാനിൽ 500 മില്ലി പാൽ ഒഴിച്ച് ചൂടാക്കുക. പാലിൽ തൈര് ചേർക്കുക. നന്നായി ഇളക്കുക. പാൽ കട്ടയാകും, തൈര് വെള്ളത്തിൽ നിന്ന് വേർപെടും. വൃത്തിയുള്ള കോട്ടൺ തുണി അരിപ്പയുടെ മുകളിൽ വിരിച്ചു അതിലേക്ക് പിരിഞ്ഞ പാൽ ഒഴിച്ച് അരിച്ചെടുക്കുക. തുണി കെട്ടി 1 മണിക്കൂർ തൂക്കി ഇടുകയോ ചെറിയ ഭാരം അതിന്റെ മുകളിൽ വയ്ക്കുകയോ ചെയ്ത് വെള്ളം വാർന്നു പോകാൻ അനുവദിക്കുക. ശക്തിയായി പിഴിഞ്ഞെടുക്കരുത്. ചീസ് കാഠിന്യം ഉള്ളതായി പോകും. തൈര് മൃദുവായിരിക്കണം, പക്ഷേ നനവുള്ളതായിരിക്കരുത്. ഈ തൈര് ഒരു ബ്ലെൻഡറിൽ ഇട്ടു അടിച്ചെടുക്കുക. 1 നുള്ള് ഉപ്പ് ചേർക്കുക. ചീസ് കേക്കിന് അനുയോജ്യമായ ഏകദേശം 150 ഗ്രാം മിനുസമാർന്നതും മൃദുവായതുമായ ക്രീം ചീസ് നിങ്ങൾക്ക് ലഭിക്കും.